നമ്മൾ ഒത്തിരി കോംപ്രമൈസിന് തയ്യാറാവുന്നുണ്ട് പല കാര്യങ്ങളിലും. ഈശോ മിശിഹ എന്ന് പേര് പോലും പറയാൻ പേടിക്കുന്ന സ്ഥാപനങ്ങൾ നമുക്കുണ്ട്, മറ്റുള്ളവരെ ഭയപ്പെട്ടിട്ട്. എന്നാ പിന്നെ ഈശോ മിശിഹായെ പ്രഘോഷിക്കാൻ പറ്റാത്ത ഒരു സ്ഥലത്ത് ഞാൻ എന്തിനാണ് ഒരു സ്ഥാപനം നടത്തുന്നത്? അല്ലെങ്കിൽ ധൈര്യപൂർവ്വം എന്നെ ഒരു ഒന്നാനും വേണ്ടില്ല, ഞാനിത് പറയും, ഞാൻ നിങ്ങളെ നിർബന്ധിച്ചില്ല, പക്ഷെ എനിക്കത് പ്രഘോഷിക്കാൻ അവകാശമാണ്. അപ്പൊ നമ്മളിങ്ങനെ ഈ ലോകത്തെ എല്ലാം ഭയപ്പെട്ട് പിന്മാറി ലോകത്തിന് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ മാത്രം പറഞ്ഞു തുടങ്ങിയപ്പോഴാണ് ആത്മരക്ഷയൊക്കെ പ്രധാനപ്പെട്ടതല്ലാതായിട്ട് മാറി. ആത്മരക്ഷ ലക്ഷ്യം അല്ലെങ്കിൽ പൗരോഹിത്യത്തിന് എന്താണ് അർത്ഥം? കൂദാശകൾക്ക് എന്താണ് ലക്ഷ്യം? സഭയ്ക്ക് എന്താണ് കാര്യം ആത്മരക്ഷയില്ലെങ്കിൽ? സഭ ഒരു NGO, ഒരു നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ, കുറെ ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുന്ന വിദ്യാഭ്യാസ ചാരിറ്റബിൾ ആൻഡ് എഡ്യൂക്കേഷണൽ ട്രസ്റ്റ്. അതിന്റെ അപ്പുറത്തേക്ക് സഭ എന്താണ് ആത്മരക്ഷയില്ലെങ്കിൽ? അപ്പൊ നമ്മള് വൈദികരാണെങ്കിലും സന്യസ്തരാണെങ്കിലും അൽമായരാണെങ്കിലും വിശ്വാസികളാണോ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനമായിട്ട് കരുതേണ്ടത് ആത്മരക്ഷ തന്നെയാണ്.